അല്ലോ കൂട്ടുകാരെ, ഇപ്പോൾ ചക്കയുടെയും ചക്കപ്പഴത്തിന്റെയും മാമ്പഴത്തിന്റെയും ഒക്കെ കാലമാണല്ലോ. അപ്പൊ ഈ ചക്കക്കുരു കൊണ്ടൊരു വട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചക്കക്കുരു ഇപ്പൊ നല്ല പോഷകാഹാരമാണെന്നൊക്കെയാണല്ലോ ഇപ്പൊ പറയുന്നത്. അപ്പൊ ചക്കക്കുരു ഒരു 100 ഗ്രാം തോല് കളഞ്ഞെടുക്കണം. അത് ഒരു മിക്സിയുടെ ബൗളിലേക്ക് ഇട്ട് കുറേശ്ശായിട്ട് തിരിച്ചെടുക്കാം. അധികം അരിഞ്ഞു പോകണ്ട, ഒരു പരുവത്തിലെടുത്താൽ മതി. അത് കുറേശ്ശെ അരച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇടാം. ചമ്മന്തി ഒത്തിരി അരയണ്ട, അവിയലിനൊക്കെ തേങ്ങ തിരിച്ചെടുക്കുന്ന പോലെ അതുപോലത്തെ പാകത്തിന് എടുത്താൽ മതി. ഇങ്ങനെ തിരിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇടാം. പിന്നെ ഇതിന് ആവശ്യമായ 2 സവോള, 3-4 പച്ചമുളക്, കരിവേപ്പില, അത് ഒന്ന് അരിഞ്ഞ് അതൊന്ന് മിക്സിയിൽ തിരിച്ചെടുത്താൽ മതി. അതും അധികം അരിഞ്ഞു പോകണ്ട, പരിപ്പ് വടയ്ക്കൊക്കെ എടുക്കുന്ന പോലെ അത്ര പരുവത്തിലെടുത്താൽ മതി. അതും മിക്സിയുടെ ബൗളിലിട്ട് ഒന്ന് തിരിച്ചെടുക്കണം. അതെല്ലാം കൂടെ ആ ചക്കക്കുരു അരച്ചെടുത്തതിലേക്ക് ചേർത്ത് കുഴയ്ക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 2 സ്പൂൺ അരിപ്പൊടി ചേർത്തു. അരിപ്പൊടി വറുത്തത് 2 സ്പൂൺ അരിപ്പൊടി ചേർക്കണം. പാകത്തിന് ഉപ്പ്, 1/2 സ്പൂൺ ഉപ്പ്, 1 സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തത്. പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ലേശം മുളക് പൊടി ചേർക്കാം, ഒരു 1/4 സ്പൂൺ മുളക് പൊടി, ഇത്രേ ആവശ്യമുള്ളൂ. കരിവേപ്പില നമ്മൾ ആ മിക്സിയിൽ തിരിച്ചെടുത്തതിൽ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ വേറെ ചേർക്കണമെന്നില്ല. ഇതെല്ലാം കൂടെ നല്ലപോലെ കുഴച്ച്, പരിപ്പ് വടയ്ക്ക് കുഴക്കണ പോലെ നല്ലപോലെ കുഴച്ച് ഉരുട്ടിയെടുക്കാൻ പാകത്തിനായിട്ട് എടുക്കണം. പരിപ്പ് വടയുടെ പോലെ തന്നെ സെയിം, പരിപ്പിന് പകരം ചക്കക്കുരുവാണ്. പിന്നെ ഉരുള എടുക്കാൻ പാകത്തിനായിട്ട് കുഴച്ചെടുക്കണം. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, ചക്കക്കുരുവിൽ നല്ല വെള്ളമുണ്ട്, പിന്നെ സവോളയിലൊക്കെ നല്ല വെള്ളമുണ്ട്. സവോളയ്ക്ക് പകരം ചുവന്നുള്ളി എടുക്കാട്ടോ. ഇത് കുഴച്ച് വെച്ചിട്ട് പിന്നെ ഒരു അടുപ്പത്ത് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഈ കുഴച്ച് വെച്ച ചക്കക്കുരു മിക്സ് ഓരോ ഉരുളിയായിട്ട് എടുത്ത് പരത്തി ചെറിയ പരിപ്പ് വടയുടെ വലിപ്പത്തിൽ പരത്തിയെടുക്കണം. പരത്തിയെടുത്ത വട അതിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് ഒഴിക്കുക. അത് തിരിച്ച് മറിച്ച് വിട്ട് വറുത്ത് കോരിയെടുക്കുക. നമ്മുടെ വട റെഡിയായി. ചായക്ക് പലഹാരമായിട്ട് ചക്കക്കുരു വട ഉപയോഗിക്കാം. 4 മണി പലഹാരം ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കണേ. ചക്കക്കുരു വട എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണം കേട്ടോ. ഓക്കെ.